യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഓരോ രാജ്യങ്ങളുടെ കാര്യത്തിലും ഇടപെടണമെന്ന് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങളുടെ കാര്യത്തിൽ ആദ്യം ആകപ്പാടെ ഉണ്ടായ ഒരു ഇറാഖിലെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് നേരെ പോയി ഇറാഖിൽ കയറി സദാം ഹുസൈനെ എൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അത് കീഴ്പ്പെടുത്താനായിട്ട് പോയി ഇറാഖിനെ ആക്രമിച്ചു. അവരുടെ കയ്യിൽ രാസായുധങ്ങൾ മുഴുവൻ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ്, എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞാണ് ആക്രമിച്ചതിന് ശേഷം അവരെ കീഴ്പ്പെടുത്തിയിട്ട് സദാം ഹുസൈനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആക്രമിച്ചെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, അവിടെ ഉണ്ടായിരുന്ന വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, വഴുതണങ്ങയാണ്. ഒരു സാധനവും ഇല്ല, അവിടെ ഒന്നുമില്ലായിരുന്നു. കാരണം അത് പറഞ്ഞ ഒരു കാരണം വേണമല്ലോ. അതായത് ഈ ചെന്നായും ആടും തമ്മിലുള്ള ഒരു കാര്യമുണ്ട്. ചെന്ന തോട്ടിലെ ഉയരത്തിലുള്ള ഭാഗത്ത് നിൽക്കുകയാണ്, അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആട് അതിന് താഴെ ഉള്ള ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ചെന്നായ്ക്ക് ഒരു കാരണം ഉണ്ടാക്കണം ഈ ആടിനെ കൊല്ലാൻ. അതിന് ചെന്നായ് പറഞ്ഞു, ഈ ആട് വെള്ളം കലക്കി, അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു കാരണം അങ്ങ് പറഞ്ഞിട്ട് ചെന്നായെ കൊല്ലുന്നു. ഇത് ഓരോ രാജ്യങ്ങളിൽ അമേരിക്ക നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇറാഖിലെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇറാഖിൽ അധിനിവേശം നടത്തി, അത് ഇറാഖ് പിടിച്ചെടുത്തു. അവിടുത്തെ ഓയിലും എണ്ണയൊക്കെ ഒരുപാട് ഇസ്രായേലിനൊക്കെ കൊടുത്തു. പിന്നെ അതേപോലെ ഒരുപാട് അതായത് ഓയിൽ വെല്ലുകൾ മുഴുവൻ ഒരുപാട് എല്ലാം തകർത്തു. ഓയിൽ കമ്പനീസ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ തകർത്തു. എക്സ്ട്രാക്ഷൻ യൂണിറ്റുകൾ മുഴുവൻ തകർത്തു. അവിടുത്തെ ബാഗ്ദാദിൽ ഏറ്റവും വലിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, ലോകപ്രശസ്തമായ ലൈബ്രറിയാണ്, അത് മുഴുവൻ തകർത്തു. ആ രീതിയിലുള്ള എല്ലാം അവിടെ അടിച്ച് നിരപ്പാക്കി നാമാവിശേഷമാക്കി ആ ജനങ്ങളെ പട്ടിണിയിലാക്കി ഒരുപാട് പേരെ കൊന്നു ഇറാഖികളെ. അതേപോലെ അമേരിക്കൻ പട്ടാളക്കാരെയും ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അവിടെ. എന്തിനിത് ചിന്തിക്കണം. പക്ഷേ അതൊന്നും വെളി വരത്തില്ല. എത്ര പേര് അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഒരു റെക്കോർഡ് പോലും കിട്ടത്തില്ല നമുക്ക്. അമേരിക്കക്കാർ ഇതിനെതിരെ പ്രതിഷേധിക്കാത്തത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇറാഖ് അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇറാഖിൻ്റെ കൂടെ ഉണ്ട് ഇറാഖ്, ഇറാൻ, നോർത്ത് കൊറിയ, വടക്കൻ കൊറിയ. ഇവരുടെ 3 പേരെയും ആണ് ഏറ്റവും വലിയ ശത്രുക്കളായിട്ടും ഇവരെയൊക്കെ അമർച്ച ചെയ്യണം എന്ന് തീരുമാനമെടുത്തതാണ് അമേരിക്ക, എടുത്തിരുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ പലപ്പോഴും ഉള്ളതാണ്, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻസ് മാത്രം, വേറെ ആരുമല്ല. അങ്ങനെ ഓരോ രാജ്യങ്ങളുടെ ഒന്ന് നോക്കിക്കോളൂ. ഇറാഖിനെ ഇതുപോലെ നാമാവശേഷമാക്കി. നോർത്ത് കൊറിയയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പോയാലുണ്ടല്ലോ കിം, അയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ലാത്തവനാണ്. അയാളുടെ കയ്യിൽ അറ്റോമിക് അണുബോംബുണ്ട് അവർക്ക്. അത് കാരണം ആറ്റം ബോംബ് ഉള്ളതുകൊണ്ട് ന്യൂക്ലിയർ പവറാണ് വടക്കൻ കൊറിയ. അത് കാരണം അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല. അവനതെടുത്ത് വെച്ച് പെരുമാറും അങ്ങോട്ട് ചെല്ലുന്നവൻ്റെ അടുത്ത്. അതുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നോർത്ത് കൊറിയയിലോട്ട് കയറി പറയും, ഞങ്ങൾ അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല നോർത്ത് കൊറിയയെ. അത് ആ രീതിയിലാണ്. അത് കാരണം അവർ ഈ ഒരു അണുശക്തി ഉള്ള രാജ്യമാണ്. അപ്പോൾ പിന്നെ ഉള്ളത് എന്താ? പിന്നെ ഇറാൻ യഥാർത്ഥത്തിൽ ആറ്റോമിക് എനർജി അവർ ഇത് സ്വായത്തമാക്കാനായിട്ട് ശ്രമിച്ചു. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തിനെന്നറിയാം, യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ അവർക്ക് വേണ്ടിയിരുന്നത്, ആറ്റം ബോംബ് അവരുടെ കയ്യിൽ അണുബോംബുണ്ടെങ്കിൽ അവരെ ആരും ഉപദ്രവിക്കാൻ ചെയ്യത്തില്ല. അവരാരെ ഉപദ്രവിക്കാനൊന്നും അല്ലാതെ ഇരുന്നുകൊണ്ട് പോകത്തില്ല വെറുതെ. അവരെ അങ്ങോട്ട് കയറി അടിക്കുന്ന അല്ലാതെ ഒന്നും പോകത്തില്ല. ഇപ്പോൾ തന്നെ യുദ്ധം തുടങ്ങിയതാരാ? ഇവിടെ തുടങ്ങിയത് നെതന്യാഹുവാണ്. അവിടെ കയറി ഇറാനെ ആക്രമിച്ചത്, അല്ലാതെ ഇറാൻ ഇങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല. ഇറാൻ അവിടെ അനങ്ങാതിരിക്കത്തേ ഉള്ളൂ. അവരെ കാര്യം നോക്കി നടക്കും. അവിടെ പിന്നെ ഈ പറഞ്ഞ വൃത്തികേടുകളൊക്കെയാണ്. കാരണം ഇത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഭരണം, ആത്മീയ നേതാവ് എന്നുള്ള രീതിയിൽ, ആ രീതി പ്രിമിറ്റീവായിട്ടുള്ള ഒരു ഭരണം, ഷിയ ഭരണകൂടമാണ്. ആ രീതിയിലേ ഉള്ളൂ അവിടെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. അത് അല്ലാതെ അവർ വേറെ ആരെയും കാര്യത്തിൽ ഇടപെടാൻ പോകാറില്ല. പക്ഷേ അവരെ ഉപദ്രവിച്ചാൽ അവർ പറയും, അവരെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവർ പറയും, നിൻ്റെ എയർബേസൊക്കെ എവിടെയൊക്കെ ഉണ്ട്, അവിടെല്ലാം ഞങ്ങൾ അടിക്കും എന്ന് പറയും. അങ്ങനെ എയർബേസുകൾ ഇവർക്ക് ഈ പശ്ചിമേഷ്യയിൽ നമുക്ക്
ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് മിക്കവാറും രാജ്യങ്ങൾ കുവൈറ്റിൽ, അതേപോലെ ബഹ്റിൻ, പിന്നെ ദുബായ്, പിന്നെ അതേപോലെ തന്നെ സൗദി അറേബ്യ, ഇവിടെ എല്ലാം ഉണ്ട്, എയർബേസ് ഉണ്ട്. അപ്പോൾ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലാണ് മെയിൻ എയർബേസ് ഉള്ളത്. അപ്പോൾ ഈ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർബേസ് ഉള്ളിടത്തെല്ലാം ആക്രമിക്കും. അപ്പം മുമ്പ് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ആ എയർബേസുകൾ വിട്ടിട്ട്, സാധാരണ അവരങ്ങനെ ചെയ്യുള്ളൂ, ആ എയർബേസുകൾ വിട്ടിട്ട് അവർ മറ്റ് മേഖലകളിലും ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഉദാഹരണമായിട്ട് നമുക്ക് ദുബായിലാണെന്നുണ്ടെങ്കിൽ പാം ജുമൈറ വളരെ ധനികർ മാത്രമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഞാൻ പോയിട്ടുള്ളതാണ് പലപ്പോഴും. അവിടുത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടൽ തന്നെ അതിൽ വന്ന് ഡ്രോൺ വന്ന് പതിച്ചിട്ട്, ഇവരയച്ച ഡ്രോണോ മിസൈലോ വന്ന് പതിച്ചിട്ട് അത് കത്തിപ്പോയിട്ടുണ്ട്, തീ പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ, തുറമുഖങ്ങൾ, ഇതെല്ലാം ഇവർ നോക്കി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹ്റിനിലാണെങ്കിൽ ബഹ്റിനിലെ യഥാർത്ഥത്തിൽ നാവിക ആസ്ഥാനമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് അമേരിക്കയുടെ ഒരു യഥാർത്ഥത്തിൽ ഒരു ബേസ് ഉള്ളത്. അത് ആക്രമിച്ചു. ബഹ്റിനിലല്ലാത്ത ഭാഗത്ത് ആക്രമിച്ചു. ഒരു ചെറിയ രാജ്യമാണ് ബഹ്റിൻ. അവിടെ മനാമ ടൗൺ, അവിടെ പോലും അവരെ തലസ്ഥാനമാണ്, അവിടെ പോലും ആക്രമിക്കപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടിലാണ്. അവർ പറയും ഞങ്ങൾ പ്രതികരിക്കും എന്നൊക്കെ പറയുന്ന, അല്ലാതെ ഇവന്മാർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പപ്പട വട്ടത്തിലുള്ള കുറേ രാജ്യങ്ങളാണ്. ഇവർക്ക് അങ്ങനെയുള്ള വേറെ മിലിറ്ററി പവറൊന്നും ഇവർക്കില്ല. ഇവർക്ക് ഈ അമേരിക്കയുടെ ഇത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബേസ് അവർ അനുവദിച്ചേക്കുന്നത് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ വേണ്ടിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തം വന്ന് കിടന്നു കഴിഞ്ഞാലേ, അതായത് ഒരു തെമ്മാടി നമ്മൾ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നിരിക്കട്ടെ, അടുത്ത് നമ്മൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ താമസിച്ചോട്ടെ, കാര്യം എന്താണെന്നറിയോ, വേറെ ആളുകളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇവർ കണക്കാക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ അമേരിക്കയോടുള്ള സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒന്നുമല്ല. ഏതായാലും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഇറാനെ ആക്രമിച്ചതുകൊണ്ടാണ് ഇറാൻ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. അല്ലാതെ ഇറാൻ സ്വമേധയാ ഒന്നും ആരെയും ആക്രമിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇറാൻ ഈ ആണവശക്തി ആവാൻ വേണ്ടി അവർ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ കയ്യിൽ ഏതാണ്ട് 400 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പാതയിലുള്ള 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഉണ്ട്. അത് ഒരു 90% 90% ആയി കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആണവായുധമായിട്ട് ഉപയോഗിക്കാം, വാർഹെഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയായിരുന്നു. അപ്പോൾ അതിനെ തടയിടണം, ഇനി അത് മുമ്പോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അമേരിക്കൻ പ്രസിഡൻറ്റും ട്രംപും എടുത്തു, അമേരിക്കയും എടുത്തു, അതുപോലെ തന്നെ നെതന്യാഹുവും എടുത്തു. അപ്പോൾ വേറെ ആർക്കും വലിയ താല്പര്യമൊന്നും ഈ കാര്യത്തിലില്ല. ബ്രിട്ടനൊക്കെ കൂടെ നിന്ന് പറയും അങ്ങനെ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അമ്മരെ മൂക്കണ്ടിച്ചളയെന്ന് പറയുന്ന, അല്ലാതെ അവരെ കൊണ്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ശേഷം അടുത്തതിൽ